ഹായ് ഗൈസ്, നമ്മളിന്ന് മൂകാംബികയ്ക്ക് പോവാണ്. ഇവിടുന്ന് കോട്ടയം വരെ നമ്മൾ പോകും. KSRTC ബസ്സിലാണ് പോകുന്നത്. നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചായി അമ്മമ്മയും കോട്ടയത്ത് വരും. ഈ ബസ്സിനായിരുന്നു നമ്മൾ പോയത്. ഞങ്ങളിവിടുന്ന് ചെന്നപ്പോഴത്തേക്കും വെളിച്ചായി അമ്മമ്മ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ വൈകിട്ട് 8:30 തിരിച്ചു. അടുത്ത ദിവസം 1 മണിക്കാണ് അവിടെ എത്തിയത്. അപ്പം അത്രയും മണിക്കൂർ നമ്മൾ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ മുട്ടുവേദന, കാലുവേദന പോലുള്ള നടുവേദന സംഭവങ്ങളൊക്കെ വരും. പക്ഷെ മൂകാംബികയിലേക്കാണല്ലോ പോകുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്കും ഒരു സന്തോഷം. അതിൻ്റെ ഇതിൽ നമ്മൾ വേദനേനെയൊക്കെ മറക്കും. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഉച്ചക്കത്തെ ഊണ് കഴിക്കാനും ഒക്കെ ഇടയ്ക്ക് നിർത്തുന്നുണ്ടായിരുന്നു വണ്ടി. പിന്നെ നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് നമുക്ക് അന്നദാനമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. KSRTCയിലായതുകൊണ്ട് പല ആൾക്കാരായിരുന്നു. അപ്പോൾ നമുക്കതൊരു പുതിയൊരു നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഇനി പോവുകയാണെങ്കിൽ ബസ് പ്രിഫർ ചെയ്യത്തില്ല, ട്രെയിനായിരിക്കും കൂടുതലും പ്രിഫർ ചെയ്യുന്നത് യാത്രാസുഖത്തിന് വേണ്ടിയിട്ട്. നമ്മളവിടെ ചെന്നൊരു റൂമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ അന്നദാനം കഴിക്കാനായിട്ട് പോയി. നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ടൈപ്പ് ഓഫ് അന്നദാനം അല്ലായിരുന്നു, വേറൊരു ടേസ്റ്റും രുചിയൊക്കെ ആയിരുന്നു. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പായസമൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് മോര് കിട്ടി. അമ്മമ്മ മോര് കുടിക്കുന്നുണ്ട്. വയർ നിറച്ച് അന്നദാനം കഴിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ പോയത് സൗപർണിക നദിയിലേക്കാണ്. അതിങ്ങനെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഫസ്റ്റ് ടൈമാണല്ലോ പോകുന്നത്. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായിട്ട് ഒരു വെള്ളത്തിലിങ്ങനെ ഇറങ്ങി നമ്മൾ തല നനച്ച് കുളിക്കാനൊക്കെ പോകുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യമേ തന്നെ അമ്മമ്മ ചാടി. പിന്നെ ചെറിയൊരു സ്നാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞങ്ങളെല്ലാവരും നദിയിൽ കുളിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ ചെന്ന് വീണ്ടും ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് പോവുകയാണ്. ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മൾ ആദ്യം വന്നപ്പം ആ സമയത്ത് എടുത്ത ഫോട്ടോസാണ് കേട്ടോ, ഫ്രണ്ടിലത്തെ രഥത്തിന് മുമ്പിൽ നിന്ന്. നല്ല രീതിയിൽ തന്നെ തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണിത്. വളരെ പെട്ടെന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റി. അമ്മമ്മയുടെയും വെളിച്ചയുടെയും കൂടെ ഞങ്ങൾക്ക് മൂന്നർക്കും പോകാൻ പറ്റി. നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടുന്ന് ഫുഡ് കഴിച്ചിട്ടായിരുന്നു. രാത്രിയിൽ നമ്മൾ ഒരു 10:30 ആയപ്പോഴാണ് തിരിച്ച് വീട്ടിലേക്ക് വരാനുള്ള ട്രാവലിങ് ആരംഭിച്ചത്. രാത്രിയിലത്തെ ഒത്തിരി ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇത് പകലായപ്പോഴത്തേക്കുള്ളതാണ്. തിരിച്ചു വന്നപ്പോഴും നമ്മൾ അത്യാവശ്യം ചെറിയ ഡിലേ ഒക്കെ ഉണ്ടായിരുന്നു. ട്രാഫിക്കിൻ്റെ വലുതായിട്ടില്ലായിരുന്നു, റോഡ് പണിയുടെയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിക്കാനായിട്ട് വണ്ടി കറക്റ്റ് സമയത്ത് പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും പല ജില്ലകളിൽ കൂടെയാണ് കടന്നു വരുന്നത്. അപ്പം അത് എനിക്ക് ആദ്യം തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഓരോ ജില്ലകളിൽ എത്തുമ്പോഴത്തേക്കും വലിച്ച് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഓക്കെ ഇത് ഇന്ന ജില്ലയാന്ന് തോന്നുന്നു, ഇത് ഇന്ന ജില്ല കേട്ടോ, അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല രസമായിരുന്നു. കുറച്ച് സമയം കിടന്നുറങ്ങി, കുറച്ച് സമയം വർത്താനം പറഞ്ഞു. എന്തായാലും നല്ലൊരു യാത്ര തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ KSRTC ബസ്സിലെ 2 സാറുമാരും നല്ല സഹകരണമായിരുന്നു. അവരുടെ സർവീസ് വളരെ നല്ലതായിരുന്നു. നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, യാത്ര ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം പറഞ്ഞൊക്കെ തരുന്നുണ്ടായിരുന്നു. വീണ്ടും മൂകാംബികയിലേക്ക് പോകാനൊക്കെ തോന്നുന്നുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.